ഇത് മർത്തടി വളവൽത്തോപ്പിലെ വളരെ മുതിർന്ന ഒരു പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയാണ് ഹെൻറി. ഇദ്ദേഹം എനിക്ക് തോന്നുന്നത് 10-60 വർഷമായി മത്സ്യബന്ധനം തന്നെ നടത്തുന്ന ഈ പരമ്പരാഗത മേഖലയിൽ പണിയെടുക്കുന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹം കടലിൽ പോകുന്നുണ്ടോയെന്നറിയില്ല, പക്ഷേ അദ്ദേഹം ഇവരെ സഹായിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിക്കാം. ഈ കൂടെ നിൽക്കുന്നതൊക്കെ ഇവരുടെ ബന്ധുക്കളും അവരുടെ സഹപ്രവർത്തകരും ഒക്കെ തന്നെയാണ്. ഇവരെല്ലാം പലതരം മേഖലകളിൽ ജോലി ചെയ്തെങ്കിലും അവസാനം ഇവർ ഈ പരമ്പരാഗത മേഖലയിൽ തന്നെ വന്ന് ഇവിടെ നിൽക്കുകയാണ്. വിദേശത്ത് ജോലി ചെയ്തവരാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഇദ്ദേഹം വിദേശത്ത് പണിയെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ട്രോളിംഗ് ബോട്ടുണ്ടായിരുന്നു. അത് കടലിൽ മുങ്ങി അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് അദ്ദേഹം, പാപ്പി. അപ്പോൾ അങ്ങനെ ഈ മേഖലയിൽ പണിയെടുക്കുന്നവർ അവസാനം ഈ പരമ്പരാഗത മത്സ്യബന്ധനത്തെ അവർ പഠിച്ച തൊഴിലിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഹെൻറി ചേട്ടനോട് നമുക്ക് ചോദിക്കാം, ഇന്ന് ഇതെന്ത് പണിക്കാണ് പോകുന്നത്? 12 മണിക്ക്. എത്ര വർഷമായി ഇതിനകത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്? ഇതിനകത്ത് 4 വർഷമായി. 4 വർഷം. അല്ല, മത്സ്യബന്ധനം തുടങ്ങിയിട്ട്, കടലിൽ പോകാൻ തുടങ്ങിയിട്ട്? ബോട്ട് വീട്ടിൽ വിട്ടതിന് ശേഷം പിന്നെ ഈ പണി തന്നെ. പിന്നെ ഇവിടെ പിന്നെ സ്വന്തമായിട്ടുള്ള വള്ളമാണോ ഇത്? അല്ല വള്ളത്തിന് ഉടയാനാവും. അതെ. ഇപ്പം ഈ മീൻ പണ്ടത്തെ പോലെ ചാകര കിട്ടുന്നുണ്ടോ? പണ്ട് കിട്ടുന്ന പോലെ ഈ സമയത്ത്? ഇപ്പോൾ ഇല്ല, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഉണ്ടായിരുന്നു. അല്ല, മുൻകാലങ്ങളിലുള്ള പോലെ മത്സ്യം കിട്ടുന്നുണ്ടോ? കുഴപ്പമില്ല. ബോട്ടുകളൊക്കെ വലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കടലിൽ അങ്ങനത്തെ വിഷയമൊന്നുമില്ല? വിഷയമുണ്ട്. ബോട്ടുകൾ വലിച്ച് ഈ പരമ്പര മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യങ്ങൾ ഇന്ന് കിട്ടാറായിരിക്കുകയാണ്. അവരിങ്ങനെ രണ്ട് ബോട്ട് കൂടി വലിച്ച് ഇവിടെയുള്ള മത്സ്യങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. അല്ല, അവർ ആഴത്തിൽ നിന്നുള്ള മത്സ്യമല്ലേ ട്രോൾ ചെയ്യുന്നത്? നിങ്ങൾ ഉപരിതലത്തിൽ നിന്നല്ലേ മത്സ്യം പിടിക്കുന്നത്? അപ്പോൾ അത് ആഴത്തിൽ നിന്നല്ല. ഇപ്പോൾ ഈ കരവലി എന്ന് പറഞ്ഞ ഒരു വലയുണ്ട്, കര വലിക്കുന്നത്, രണ്ടു കൂടി വലിക്കുന്ന വലയാണ്. ആ വല വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മത്സ്യവും കര നിൽക്കത്തില്ല. അതായത് എല്ലാം ഈ ഇതിനെ ഗുജറാത്ത് വലയെന്ന് പറയും. അങ്ങനെയുള്ള വല വെച്ച് വലിച്ചാണ് ഈ പരമ്പരാ മത്സ്യത്തൊഴിലാളികൾക്ക് വളരെയേറെ പരാജയമാണ് ഇപ്പോൾ ഇവിടെ. അതാണിവിടെ ഇപ്പോൾ ഈ ഹാർബർ തുറക്കുമ്പോഴത്തേന് അവരുടെ ശല്യമായിരിക്കും ഇവിടെ. ട്രോളിംഗ് നിരോധനം കഴിയുമ്പോൾ നിങ്ങളുടെ വലകൾ കീറാറുണ്ടോ? അതോ വലകൾ ഒരുപാട് പോകാറുണ്ട്, ഒരുപാട് വല നഷ്ടപ്പെടാറുണ്ട്. അതിനൊക്കെയുള്ള ബുദ്ധിമുട്ടാണ് നമുക്കുള്ളത്. നിങ്ങൾ എന്തുകൊണ്ട് മീൻ പണിക്ക് പോകാതെ ഇപ്പോൾ ഈ കൊഞ്ചിൻ്റെ പണിക്ക് പോകുന്നത്? ഈ കൊഞ്ചിൻ്റെ സീസണാണ് ഇപ്പോൾ, അതുകൊണ്ടങ്ങനെ അതിനോട്ട് പോവുകയാണ്. ഇപ്പോൾ 2-3 ദിവസം കൊഞ്ച് കുറേശ്ശെ കിട്ടി. ഇപ്പോൾ ഇന്ന് വളരെ പരാജയമാണ്. ഈ കിട്ടിയത് ആണ് നമ്മുടെ ഒരു വർഷത്തേക്കുള്ള നീക്കിയിരിപ്പ്. അപ്പോൾ ഹലോ ചേട്ടാ, ഈ കൊഞ്ച് എങ്ങനെയാണ് കിട്ടുന്നത്, എവിടുന്ന് വരുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാം. കൊഞ്ച് ഉൾക്കടലിൽ കുടിക്കുന്ന കൊഞ്ചാ. അതിങ്ങ് കിഴക്ക് വരും. റഫ് ആകുമ്പോഴത്തേക്ക് കിഴക്ക് വന്ന് മുട്ടയിടും. നമ്മുടെ ദേശാടന കിളികളെ വരുന്നു. അങ്ങനെ വന്ന് വീട്ടിൽ നിന്ന് വളർന്ന് കിട്ടും. എവിടെ ഇവിടെ മുട്ടയിടുന്നത് എവിടെയാണ്? നമ്മുടെ ഈ കല്ലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആ കല്ലിൽ നമ്മളാ ലക്ഷ്യത്തിന് കൊണ്ടിടും. അത് പിന്നെ കുറഞ്ഞു പോകുന്നത് എന്താ? എല്ലായിടത്തും ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ, കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. അത് ഏത് മാസത്തിലാണ് ഉൾക്കടലിൽ നിന്ന് ഇങ്ങനെ വരുന്നത്, മുട്ടയിടാനായിട്ട് വരുന്നത്? നമ്മുടെ റഫിന് ഏറ്റവും വലിയ കടലും കാറ്റും ഉള്ള സമയത്ത് ഇങ്ങനെ കിഴക്ക് വരും. അപ്പോൾ ഇത് ആഴക്കടലിലെ ലോബ്സ്റ്റർ തന്നെയാണിത്. അപ്പോൾ ഇത് മുട്ടയിട്ട് വളർന്നു കഴിഞ്ഞാൽ ഇത് ഉൾക്കടലിൽ പോകും. ഇവിടെ വരുമ്പോഴത്തേക്കൊന്നും നമ്മളെല്ലാം പിടിച്ചില്ല. അല്ല, കുഞ്ഞ് മുട്ടയിടാൻ വരുന്നതിനാണ് പിടിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കഴിച്ചിട്ടുണ്ടോ കറി വെച്ച്? ഉണ്ട്. എങ്ങനെയാ ഇത്? ചെറുപ്പത്തിലെ കണ്ടവനം കഴിച്ചിട്ടുണ്ട്. എന്താ അന്ന് ഇതിന് വിലയില്ല? ഇതിന് വിലയില്ല, വാരി കളയുന്നേ ഉള്ളൂ. പണ്ട് എങ്ങനെയായിരുന്നു അത് അന്ന് കിട്ടുന്നത്? എങ്ങനെയായിരുന്നു? നമ്മുടെ എല്ലാ വലയിലും കിട്ടും. ഇത് വിഷുവലയിൽ കിട്ടുന്നുണ്ട്. വിഷുവലയിലൊക്കെ കണ്ടവനം വീണിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണം എടുത്ത് കാണിക്കാനില്ലേ? ഇല്ല, ഇന്നൊന്നുമില്ലായിരുന്നു. ഒന്നുമില്ലായിരുന്നു. ഇന്നൊന്നും കിട്ടിയില്ല. നമുക്ക്
നമുക്ക് ലോബ്സ്റ്റർ കിട്ടിയില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നല്ല ക്യാച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പണ്ട് കണ്ടവരെ കിട്ടുമ്പോൾ ഇത് എടുത്ത് കളയും. ഒരുപാട് കളഞ്ഞാണ് വെട്ടി മൂടി തെങ്ങിൻ്റെ തടത്തിലൊക്കെ വെട്ടി മൂടിയിട്ടുണ്ട്. പിന്നെ വലിയ പരവായ്പ കിട്ടുന്നില്ലല്ലോ. അത് വരാൻ 2-3 ദിവസം മുമ്പുണ്ടായിരുന്നു പരവായും ഭാര്യയൊക്കെ. അപ്പോൾ ഇത് കടലിൻ്റെ ഒഴുക്കിനും പ്രകൃതിയുടെ മാറ്റത്തിനും അനുസരിച്ച് കടലിനെ നോവാതെ അല്ലെ കടലിൻ്റെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള മത്സ്യബന്ധനമാണ് ഇവർ നടത്തുന്നത്. അപ്പോൾ ഇവർ പഴയ ഒരുപാട് കഥകൾ ഇവരുടെ മനസ്സിലുണ്ട്. പഴയ മത്സ്യം കിട്ടിയ ചാകരക്കാലങ്ങൾ ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ചാകരക്കാലത്തിൽ കഴിഞ്ഞ 2 ദിവസം നല്ലതായിട്ട് ലോബ്സ്റ്റർ കിട്ടി. ഇപ്പോൾ പിന്നെ അത് ഇന്നൊക്കെ മോശമാണെന്നാണ് ഇവർ പറയുന്നത്.